ഹലോ ഫ്രണ്ട്സ്, പൈത്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാൻ ലിസ്റ്റിനകത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഏലിയാസിങ്ങും ഒന്ന് ക്ലോണിങ്ങും. അപ്പോൾ ഏലിയാസ്, ക്ലോൺ എന്നിവ എങ്ങനെയാണ് നമുക്കൊരു ലിസ്റ്റിൽ ഉപയോഗിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഏലിയാസ് എന്താണെന്ന് പഠിക്കാം. ഏലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു ലിസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ അതിനകത്തോട്ട് ഞാൻ ആപ്പിൾ, ഓറഞ്ച്, ബനാന, പൈനാപ്പിൾ, ഇത്രയും ഞാൻ ആഡ് ചെയ്തു. അതായത് 4 ഫ്രൂട്ട്സിന്റെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലിയാസിങ് എന്താണെന്ന് നോക്കാം. ഏലിയാസിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഈക്വൽ കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് അണ്ടർസ്കോർ ഏലിയാസ് എന്ന് ഞാനൊരു ലിസ്റ്റ് വേറൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിലോട്ട് ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഞാൻ ഈക്വൽ ഇട്ട് പറയുന്നു. അതായത് അതിലോട്ട് അസൈൻ ചെയ്യുന്നു. ഇത്രയും മാത്രം മതി. ഇത് ഏലിയാസിങ്ങിലായി. എന്താ ഏലിയാസിങ് എന്നുള്ളത് ഇപ്പം ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലോ ഫ്രൂട്ട് ഏലിയാസ്, ഇപ്പം ഞാൻ ഫ്രൂട്ട്സ് അണ്ടർസ്കോർ പ്രിന്റ് ഫ്രൂട്ട്സ് അണ്ടർസ്കോർ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അണ്ടർസ്കോർ ഏലിയാസോ പ്രിന്റ് ചെയ്യുകയാണ്. ഇത് രണ്ടും പ്രിന്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒരേ റിസൾട്ട് ആയിരിക്കും. ഇനി ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഇതിൽ എന്താ വ്യത്യാസം എന്ന് ഞാനിപ്പോൾ കാണിക്കും. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് അണ്ടർസ്കോർ ഏലിയാസ് എന്നുള്ള ആ ലിസ്റ്റിലോട്ട് ഞാൻ 0th എലമെന്റ് ഞാൻ ഗ്രേപ്പ് ആക്കുവാണ്. ഇനി ഈ ലിസ്റ്റ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫ്രൂട്ട്സ് എന്നുള്ള ലിസ്റ്റും ഫ്രൂട്ട്സ് ഏലിയാസും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും. രണ്ടിലും ഗ്രേപ്പ് വന്ന കാണാം നിങ്ങൾക്ക്. കണ്ടല്ലോ, ഇതാണ് ഏലിയാസിങ് എന്ന് പറഞ്ഞാൽ. ഒരിടത്ത് ചേഞ്ച് വന്നാൽ ഏതിലോട്ടാണ് ഏലിയാസ് ക്രിയേറ്റ് ചെയ്തത്, ഏലിയാസ് ഒബ്ജക്റ്റ് ഏതാണോ, അതായത് ലിസ്റ്റ് ഏതാണോ അതിലും മാറില്ല. ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഫ്രൂട്ട്സിൽ മാത്രം മാറ്റുവാണ്. ഫ്രൂട്ട്സിലാണ് ഇപ്പൊ ഞാൻ ഗ്രേപ്സ് പകരം ഇപ്പൊ ഞാൻ മാംഗോ, ഇപ്പൊ ഞാനിവിടെ മാംഗോ ആഡ് ചെയ്തു. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടിലും ആ മാറ്റം കാണാം. കണ്ടല്ലോ, അപ്പൊ ഇത് ലിസ്റ്റ് ഫ്രൂട്ട്സ് എന്നുള്ളതും ഇത് ഫ്രൂട്ട്സ് ഏലിയാസ് എന്നുള്ളതും. അപ്പൊ രണ്ടിലും നമുക്ക് അത് ചേഞ്ച് വരും. ഏതിനകത്ത് ചേഞ്ച് ചെയ്താലും അത് ചേഞ്ചസ് റിഫ്ലക്റ്റ് രണ്ടിലും ചെയ്യും. ഇനി ക്ലോൺ ഇതിന് ഡിഫറെന്റ് ആണ്. അപ്പം നമുക്ക് ക്ലോൺ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിനെ ഞാൻ CL എന്നാക്കുന്നു. ക്ലോൺ എന്ന് ഞാൻ കൊടുക്കാം. ക്ലോൺ എന്ന് പറഞ്ഞൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ. ഇവിടെ എന്താ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ക്ലോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു കോളൻ ഇടുക. ഇതാണ് ക്ലോൺ എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഞാനിവിടെ മാംഗോ ആദ്യത്തെ ലിസ്റ്റിനകത്ത് ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതേസമയം ഞാൻ ഫ്രൂട്ട്സിൽ മാത്രമാണ് ഞാൻ മാംഗോ ആഡ് ചെയ്തത്. അപ്പോൾ ഇപ്പം നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഫ്രൂട്ട്സും ക്ലോണും ഒന്ന് പ്രിന്റ് ചെയ്യാം. എന്താ വ്യത്യാസം വെച്ചാൽ ക്ലോണിൽ ഒരിക്കലും ഫ്രൂട്ട്സിനകത്ത് ചേഞ്ച് ബാധിക്കില്ല. കണ്ടോ, ക്ലോണിനകത്ത് കണ്ടോ, ആദ്യം ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് അതേപടി നിൽക്കുകയാണ്. പിന്നീട് ആണ് മാംഗോ ആഡ് ചെയ്ത്. ആ മാംഗോ ഇതിനകത്ത് വന്നിട്ടില്ല. സോ ഇതാണ് ക്ലോണും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് ക്ലോണിലോട്ടാണ് ഞാനിത് ഇപ്പൊ ക്ലോണിലാണ് ഞാനിപ്പോ ഒരു ചേഞ്ച് വരുത്തണം. ഓഫ് 0ക്കകത്തോട്ട് ഞാൻ മാംഗോ ബനാന ഗ്രേപ്പ് ആഡ് ചെയ്യുന്നു. ഇനി ഒന്ന് റൺ ചെയ്യാം. ഇപ്പം മാംഗോ എന്നുള്ള ചേഞ്ച് അതിനകത്ത്, അപ്പം ഫ്രൂട്ട്സിനകത്ത് വരുന്ന ചേഞ്ച് ഫ്രൂട്ട്സിൽ തന്നെ നിൽക്കും. ഫ്രൂട്ട്സ് ക്ലോണിനകത്ത് വരുന്ന ചേഞ്ച് അതിൽ തന്നെ നിൽക്കും. അപ്പം ഇതാണ് വ്യത്യാസം. ക്ലോണിനകത്ത് ഒരിക്കലും അതായത് ഏതിൽ നിന്നാണ് ക്ലോൺ ചെയ്ത് അതിനകത്ത് വരുന്ന ചേഞ്ച് ഇതിൽ അഫക്റ്റ് ചെയ്യില്ല. അതായത് അപ്ഡേറ്റഡ് ആകില്ല ഓട്ടോമാറ്റിക്കായിട്ട്. ഏലിയാസിങ് ഇതിന്റെ റിവേഴ്സ് ആണ്. അപ്പം എവിടെ ഏലിയാസിങ് ആയിട്ടുണ്ടോ അത് തമ്മിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ച് മറ്റ് രണ്ട് ലിസ്റ്റിലും റിഫ്ലക്ട് ചെയ്യും. ഇതങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിരിക്കും. അതാണ് ക്ലോൺ എന്ന് പറയുന്നത്. ഒരു ആദ്യത്തെ കോപ്പി മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള ചേഞ്ചസ് ഒന്നും ഈ ക്ലോണിൽ റിഫ്ലക്ട് ചെയ്തില്ല. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ക്ലോണിങ് അതുപോലെ തന്നെ ഏലിയാസിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.